ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അമൃതം പൊടിയും പുട്ടുപൊടിയും വെച്ചൊരു ദോശ. ഇതിനായി നമ്മൾ 1 കപ്പ് അമൃതം പൊടിയും 1/2 കപ്പ് പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് രണ്ടും കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മിക്സിയിലൊന്ന് നന്നായി അരച്ചെടുക്കുക. ദോശമാവിനൊക്കെ എങ്ങനെ അരക്കുന്നോ അതുപോലെ വേണം അരച്ചെടുക്കാൻ. അധികം ലൂസായി പോകരുത്, അപ്പോൾ നമുക്ക് ചുട്ടെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. അധികം ലൂസായി പോകാൻ പാടില്ല. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. മാറ്റിയിട്ടുണ്ട്. ദോശയ്ക്ക് കൂട്ടാൻ ചുവന്നുള്ളി ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ദോശക്കല്ലെടുത്ത് സ്റ്റൗവിൽ വയ്ക്കാം. അത് നല്ലോണം ചൂടാകട്ടെ. നല്ലപോലെ ചൂടായാൽ മാത്രമേ നമ്മൾ നെയ്യ് തടവാൻ പാടുള്ളൂ. അപ്പോൾ ചൂടായതിന് ശേഷം നെയ്യ് തടവിക്കൊടുത്തു. എല്ലാ ഭാഗത്തും നന്നായി സ്പ്രെഡ് ചെയ്യണം. നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിൽ അരച്ചെടുത്തിട്ടുള്ള മാവെടുത്ത് ദോശക്കല്ലിൽ ഒഴിക്കാവുന്നതാണ്. നന്നായി പരത്തിയെടുത്ത് 2 മിനിറ്റ് ഹോൾസൊക്കെ വരുന്നവരെ നിന്ന് നമുക്ക് മൂടി വയ്ക്കാവുന്നതാണ്. ആ സമയത്ത് കുറച്ച് ചുവന്നുള്ളി എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വയ്ക്കാം. തുറന്ന് നോക്കിയപ്പോൾ ദോശ ഒരു ഭാഗം ആയിട്ടുണ്ട്. നെയ്യ് തടവിയതിന് ശേഷം അത് ഒന്ന് മറിച്ചിടാവുന്നതാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ കാസറോളിലേക്കാണ് മാറ്റുന്നത്. അങ്ങനെ ഓരോ ദോശയും ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ഞാനിത് ഒരുപാട് തവണ ഉണ്ടാക്കി. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അമൃതം പൊടി വെച്ച് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ദോശ. പക്ഷേ അമൃതം പൊടിയും പുട്ടുപൊടിയും മിക്സാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. സംഭവം സക്സസ് ആണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കടക്കം ഇഷ്ടപ്പെട്ടു. ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ചമ്മന്തി റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടി കുറച്ച് ചുവന്നുള്ളി, ഒരു കഷ്ണം പുളി, 3-4 വറ്റൽ മുളക്. അത് നമ്മുടെ എരിവിനനുസരിച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അധികം എടുത്താൽ വല്ലാത്ത എരിവായിരിക്കും. സ്റ്റൗ ഓണാക്കി അതിൽ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിട്ടുള്ളത്. ചമ്മന്തി റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പാണ്. നോൺ സ്റ്റിക്ക് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നാൽ നമുക്ക് ചെറിയുള്ളി അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളി കുറച്ച് നേരം അതിൽ നിന്ന് കിടന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് വറ്റൽ മുളക് കൂടി ഇടാവുന്നതാണ്. വറ്റൽ മുളകും കൂടി ഒന്ന് വഴറ്റി നല്ല പരുവത്തിലായി എടുക്കണം. അധികം കരിഞ്ഞു പോകാൻ പാടില്ല. വഴറ്റിയെടുത്ത് ഒരു 5-10 മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റേണ്ടി വരും. അധികം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. മിക്കവാറും വീട്ടിൽ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ അഭിപ്രായം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആ പുളിയും നേരത്തെ മാറ്റി വെച്ച പുളിയും ഉപ്പും കൂടി കൂട്ടി അടിച്ചെടുത്താൽ നല്ല അടിപൊളി ചമ്മന്തി റെഡി. നല്ല ടേസ്റ്റാണ്. നാവിൽ വെള്ളം ഊറും, അത്രക്കും ടേസ്റ്റാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ചമ്മന്തിയാണ്. കുട്ടിയൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവ് കുറച്ചെടുക്കണം. അത് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി.